കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് കല്ലേരിക്കുന്നും അരൂർമലയും അതിരിടുന്ന പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കല്ലേരി ഗ്രാമം. ഇവിടെയാണ് ശക്തിസ്വരൂപനായ കുട്ടിച്ചാത്തൻ കുടിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. ഉച്ചനീചത്വവും അസമത്വവും നടമാടിയിരുന്ന കാലത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ദൈവിക സാന്നിധ്യമായിരുന്നു കല്ലേരി കുട്ടിച്ചാത്തൻ. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് കല്ലേരി കുട്ടിച്ചാത്തന്റെ ജനനം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പയ്യന്നൂരിലെ കാളകാട്ടില്ലത്ത് ഒരു ആടിൻ നമ്പൂതിരിക്ക് താഴ്ന്ന സമുദായത്തിലെ ഒരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയായിരുന്നു കുട്ടിച്ചാത്തൻ. താഴ്ന്ന ജാതിക്കാരിയിൽ ജനിച്ചു എന്ന കാരണത്താൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് ബാല്യത്തിൽ തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ചാത്തന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അച്ഛനായ നമ്പൂതിരി മറ്റു നമ്പൂതിരി കുട്ടികൾക്കൊപ്പം വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും തന്നോടുള്ള വേർതിരിവ് ആ കുഞ്ഞു മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിച്ചു. എല്ലാ തരത്തിലും താൻ അവഗണിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ട കുട്ടിച്ചാത്തൻ എന്നേക്കുമായി തന്റെ വീടുപേക്ഷിച്ച് യാത്രയായി. ആ യാത്ര വന്ന് അവസാനിച്ചത് വടകര ലോകനാർ കാവിലായിരുന്നു. അവിടെ വെച്ച് മലമത്താൻ കുങ്കനെ സുഹൃത്തായി ലഭിച്ചു. നാട്ടാചാരപ്രകാരം മലമത്താൻ കുങ്കനാണ് ക്ഷേത്രത്തിൽ കുടകെട്ട് നടത്തിയിരുന്നത്. കുടകെട്ടിയാൽ അരിയും മറ്റും പ്രതിഫലമായി ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ കുങ്കൻ കുടകെട്ടേണ്ട എന്ന് ദുഃഖിതനായ കുങ്കൻ കുട്ടിച്ചാത്തനോട് സങ്കടം പറഞ്ഞു. പ്രതികാരമായി ചാത്തൻ കാവിലെ പന്തലിന് തീയിട്ടു. നാടൊന്നാകെ ഇളകി. കുങ്കൻ വധിക്കപ്പെട്ടു. കുങ്കന്റെ ശിരസ്സുമായി കുട്ടിച്ചാത്തൻ ലോകനാർ കാവിന് മുന്നിൽ പൂരപ്പാട്ടുമായി താണ്ഡവ നൃത്തം ചവിട്ടി. പിടിച്ചുകെട്ടാനായി പ്രമാണിമാരും കഴകക്കാരും എത്തിയപ്പോഴേക്കും കുട്ടിച്ചാത്തൻ അവിടെ നിന്നും കടന്നു കളഞ്ഞുവെന്നും അങ്ങനെ കല്ലേരിയിലെത്തിയ കുട്ടിച്ചാത്തൻ അവിടെ വാണരുളുന്നു എന്നുമാണ് ഐതിഹ്യം. കാലങ്ങൾ കടന്നു പോകവേ കുട്ടിച്ചാത്തന് ധാരാളം ഭക്തന്മാരുണ്ടായി. ജാതിമത വർഗഭേദമില്ലാതെ ആയിരങ്ങളാണ് കുട്ടിച്ചാത്തന്റെ അനുഗ്രഹാശിസുകൾ തേടി കല്ലേരിയിലെത്തുന്നത്. കേരളത്തിലെ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. ഇത് മലബാറിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ക്ഷേത്രം തന്നെയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഇവർക്കൊക്കെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് വർഷം തോറും ഭക്തജനങ്ങളുടെ തിരക്കുള്ള ഈ ക്ഷേത്രം. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടുള്ള ക്ഷേത്രം കൂടിയാണിത്. അതായത് ക്ഷേത്രാരാധനയുടെ ആതുര ശുശ്രൂഷ, സാമൂഹ്യ സേവനം, സാംസ്കാരിക വളർച്ച, ഏവർക്കും ആരാധനാ സ്വാതന്ത്ര്യം, മതസൗഹാർദ്ദം എന്നിവ ഊട്ടിപ്പിടിച്ചുകൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. എന്നാൽ ക്ഷേത്രവിശ്വാസികളുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് വളരെ അനുഷ്ഠാന കർമ്മങ്ങളും വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നേറുന്നൊരു ക്ഷേത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്തമത്തിൽ മാത്രമാണ് പ്രതിഷ്ഠയുണ്ടാവുക. കല്ലേരിയിൽ മധ്യമത്തിലും പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിൽ പൂജ ചെയ്യുന്നത് ഏറാഞ്ചേരി ഇല്ലക്കാരായ ബ്രാഹ്മണരാണ്. മധ്യമത്തിൽ തണ്ടാന്മാരാണ് പൂജ നടത്തുക. മദ്യം കൊണ്ടുള്ള കലശം വെക്കലാണ് പ്രധാന വഴിപാട്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ചെറിയ കാവിലാണ് കലശം വെക്കുന്നത്. അംഗീകൃത മദ്യം മാത്രമേ കലശം വെക്കാൻ ഉപയോഗിക്കാവൂ എന്നതാണ് ഇവിടെയുള്ള കർശന നിർദ്ദേശം. വഴിപാടിനുള്ള മദ്യത്തിന്റെ അളവും ക്ഷേത്ര കമ്മിറ്റി നിയന്ത്രിച്ചിരിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമാണ്
കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം, ചികിത്സാ സഹായം, നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം, വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള പ്രോത്സാഹനം, PSC പരിശീലനം എന്നിവ സേവന പ്രവർത്തനങ്ങളിൽ ചിലതു മാത്രം. ഇത് ഒരു സേവന തലത്തിലാണ്. ഇതിൽ പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരോ ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളില്ല. ഭരണസമിതിയിലുള്ള ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകളും സേവനം നൽകിയാണ് ഈ അമ്പലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സാമൂഹ്യ സേവനത്തിൻ്റെ കാര്യത്തിൽ ഏകദേശമല്ല 125 രോഗികൾക്ക് 5000 രൂപ വീതം ഒരു കൊല്ലം സഹായധനം നൽകുന്നുണ്ട് പാവപ്പെട്ട രോഗികൾക്ക്. അതുപോലെ പാവപ്പെട്ട കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിന് 10000 രൂപയും നൽകി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയുർവേദ മരുന്ന് നിർമ്മാണ കേന്ദ്രമുണ്ട്. ആ മരുന്നിന് 10% റിഡക്ഷൻ, ഇവിടെ തന്നെ നിർമ്മിക്കുന്ന മരുന്നിന് 10% റിഡക്ഷന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലം മുതൽ രൂപീകരിച്ചതാണ് കരിയർ ഗൈഡൻസ് സെൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള പഠിക്കാൻ താല്പര്യമുള്ള PSC കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുകയാണ്. അതിവിടെയുള്ള അമ്പലത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിനുള്ള AC റൂമിലാണ് താൽക്കാലികമായി നടത്തുന്നത്. ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. താമസത്തിനായി പ്രത്യേക മുറികളും ഇവിടെ സജ്ജമാണ്. കുറഞ്ഞ നിരക്കിലാണ് ഇത് ജനങ്ങൾക്കായി നൽകാറുള്ളത്. കല്ലേരി അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം. കാരണം ഇത് തികച്ചും ഏകദേശം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അതായത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്താതെ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലാണ് ഇതിൻ്റെ വാടകയൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാടക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തരത്തിലുള്ള വാടകയാണ്. ഇത് വാടകയായിട്ട് പറയുമ്പം ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ മറ്റ് ഓഡിറ്റോറിയത്തിനെ സംബന്ധിച്ച് പറയുന്നതിൽ പകുതി വരാത്ത ഒരു രീതിയിലാണ് ഇന്ന് ഇതിൻ്റെ വാടക വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജനങ്ങൾക്ക് വളരെ ദൂരെ നിന്നും ഓഡിറ്റോറിയം ഉള്ള സ്ഥാപനമുള്ള സ്ഥലങ്ങൾ വടകര, നാദാപുരം ആ ഭാഗത്തു നിന്നല്ലേ അവർക്ക് അവിടെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെയാണ് കല്യാണം ബുക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓഡിറ്റോറിയത്തിൽ കുട്ടിച്ചാത്തൻ ഭരണസമിതി വളരെ തുച്ഛമായൊരു പൈസക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയൊരു മതിപ്പാണ് ഓഡിറ്റോറിയമായിട്ട് വന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ മറ്റ് പല പരിപാടികളും ഓഡിറ്റോറിയം നടക്കുന്നുണ്ട്. കല്യാണം, പിന്നെ മറ്റ് എൻഗേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള നിശ്ചയമുള്ള പരിപാടികളൊക്കെ ഇവിടെ വെച്ച് ഒരുപാട് നടന്നു വരുന്നുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുവാൻ ക്ഷേത്രഭരണസമിതി വളരെയധികം ശ്രദ്ധ ഇനി കേന്ദ്രീകരിച്ച് നടന്നു വരുന്നതാണ്. പണ്ട് ഓലമേഞ്ഞ ഒരു ചെറിയ തറവാട് ക്ഷേത്രമായിരുന്നു ഇത്. ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ പറ്റാതായതോടെ ഉടമസ്ഥർ ഇത് നാട്ടുകാർക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ കുട്ടിച്ചാത്തന് നിത്യവും വിളക്ക് കിട്ടുന്ന സാഹചര്യമുണ്ടായി. ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 3 ദിവസങ്ങളിലായാണ് ആചാരപ്രകാരമുള്ള ഉത്സവമെങ്കിലും ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇവിടെ ഒരുക്കാറുള്ളത്. വെറുമൊരു ക്ഷേത്രം എന്നതിനുമപ്പുറം വേർതിരിവുകളില്ലാതെ ഒന്നിച്ചുകൂടാനുള്ള ഒരിടമാണ് കല്ലേരി കുട്ടിച്ചാത്തന്റെ തിരുമുറ്റം. ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിവേചനമില്ലാതെ ഇവിടെ കടന്നു വരാം. സാഹോദര്യത്തോടെ, ഒരുമയോടെ, സ്നേഹപൂർവ്വം ഒത്തുകൂടാം.